നമ്മുടെ രാജ്യത്ത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ആൾക്കാർ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി നോക്കിക്കാണുന്നത്. പശ്ചിമ ബംഗാളിൽ BJPക്ക് വലിയ വേരോട്ടമുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്നാണ് പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പല ഏജൻസികളാണ് ഇതിൻ്റെ അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ SN ന്യൂസ് എന്ന് പറയുന്ന ഏജൻസി മണ്ഡലം തിരിച്ചുള്ള അല്ലെങ്കിൽ ഓരോ മേഖലകൾ തിരിച്ചുള്ള അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടതിൽ BJPക്ക് 100 സീറ്റിലധികം ലഭിക്കാനുള്ള സാധ്യത പശ്ചിമ ബംഗാളിൽ ഉണ്ടെന്നും തൃണമൂൽ കോൺഗ്രസിന് 120 സീറ്റിനപ്പുറം പോകാൻ കഴിയില്ല എന്നുമാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് ഒരു അഭിപ്രായ സർവേ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള അഭിപ്രായ സർവേകളും പലതും പുറത്തു വരുന്നുണ്ട്. politicalpulse.net എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരിക്കുന്ന അഭിപ്രായ സർവേകൾ പ്രകാരം BJPക്ക് കേവലം പശ്ചിമ ബംഗാളിൽ 49 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിയുക എന്നുള്ളതും അതേസമയം തൃണമൂൽ കോൺഗ്രസിന് 206 സീറ്റുകൾ നേടാൻ കഴിയുമെന്നുമാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ലെഫ്റ്റിനും INCക്കും ഉള്ള സഖ്യത്തിൽ, അതായത് ലെഫ്റ്റ് പാർട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അടങ്ങുന്ന സഖ്യത്തിന് വെറും 3 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. എന്നാൽ BJPയുടെ വോട്ട് ഷെയറിൽ വലിയ കുതിച്ചുചാട്ടം അവർ പറയുന്നുണ്ട്. 36% വോട്ട് ഷെയറാണ് BJPക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് 49% വോട്ട് ഷെയർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. കഴിഞ്ഞ 7 ദിവസത്തെ ഏറ്റവും പുതിയ ഗൂഗിൾ ട്രെൻഡ് ഡാറ്റയും അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം ഭാരതീയ ജനതാ പാർട്ടി 78% വോട്ടിന് മുന്നിലാണ് എന്നാണ് പറയുന്നത്. തൊട്ടു പിന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12% വോട്ടുമായി 2ാം സ്ഥാനത്തും, AITC 8% വോട്ടുകളുമായി 3ാം സ്ഥാനത്തും, CPIM 2% വോട്ടുകളുമായി 4ാം സ്ഥാനത്തും ഉണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും അഭിപ്രായ സർവേകൾ ഇത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ടൈറ്റ് മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.